പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് വേണ്ടത്. ചെറിയ ഉള്ളി എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അത് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി എല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം. ടേസ്റ്റിയായ ഈ മീൻകറി തയ്യാറാക്കുന്നതിന് മുളക് പൊടിയുടെയോ തേങ്ങയുടെയോ ഒന്നും ആവശ്യമില്ല. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ആവശ്യമാണ്. ചെറിയ ഉള്ളിയെല്ലാം നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു 7-8 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിക്ക് വേണ്ടി മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് കൂടുതൽ മീൻ എങ്ങനെയാണോ അതിന് കണക്കായിട്ടുള്ള പച്ചമുളക് എടുക്കണം. ചെറിയ ഉള്ളിയെല്ലാം നല്ലതുപോലെ വാടി വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ഇളക്കി അതിനുശേഷം കുറച്ച് പുളിവെള്ളം ഒരുപാട് വേണ്ട, കുറച്ച് മതി. കുറച്ച് പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ച് എല്ലാം കൂടി ചേർത്തിളക്കി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ വെക്കാം. ഞാനിപ്പോൾ വാള മീനാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. ആ മീൻ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് ഇളക്കി ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റിയായ കറി എല്ലാവരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കണം. കുരുമുളകും പച്ചമുളകും മാത്രമേ ഇത് ചേർക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റിയാണ് ഈ കറി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.